ഹായ് ഗൈസ്, ഇന്ന് രാവിലെ തന്നെ വളരെ ഹാപ്പി ആയിരുന്നു. കാരണം ഇഡ്ലി മാവ് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇഡ്ലി മാവ് അരയ്ക്കാറ് 1 ഗ്ലാസ് അരിപ്പൊടിക്ക് 1.5 ഗ്ലാസ് ഉഴുന്ന് ചേർത്തിട്ടാണ്, ചോറും ചേർത്തിട്ടാണ് ഞാൻ മാവ് അരയ്ക്കാറ്. നല്ല സോഫ്റ്റ് ഇഡ്ലി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇഡ്ലി റൈസ് കൊണ്ടാണ് ഞാൻ മാവ് അരയ്ക്കാറ്. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് അരിപ്പൊടി വെച്ചിട്ട് ഒന്ന് അരച്ച് നോക്കി. ഇഡ്ലി റൈസ് വെച്ച് അരയ്ക്കുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നു നല്ല സോഫ്റ്റായിട്ട് ഇഡ്ലി കിട്ടുക അരിപ്പൊടി ഉപയോഗിക്കുമ്പോഴാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ. ഉച്ചയായപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് ക്യാരറ്റും ക്യാബേജും വെച്ച് ഒരു സിമ്പിൾ റൈസ് ഉണ്ടാക്കി. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു സിമ്പിൾ റൈസ് ഉണ്ടാക്കും. മടി പിടിച്ചുള്ള ദിവസങ്ങളിൽ ഇതുപോലെയുള്ള ഒരു സിമ്പിൾ റൈസ് ഉണ്ടാക്കും. ക്യാരറ്റും ക്യാബേജും പച്ചമുളകും ചേർത്ത് വഴറ്റിയതിന് ശേഷം നെയ്ച്ചോറ് പോലെ ചോറ് വെച്ചത് ഇതിലേക്ക് മിക്സ് ആക്കും. ഈവനിങ് ആയപ്പോൾ ബ്രെഡ് പൊരിച്ചതുണ്ടായി. ബ്രെഡും മുട്ടയും ഉണ്ടെങ്കിൽ നെയ്യ് തടവി അതിലേക്ക് ബ്രെഡ് മുട്ടയിൽ മുക്കി അടിപൊളി ബ്രെഡ് പൊരിച്ചത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമാണോ ബ്രെഡ് പൊരിച്ചത്? കമൻറ്റ് ചെയ്യണേ.